ഇതാ നമ്മളെ ഇസുട്ടൻ ഇവിടെ മുട്ട അടിച്ചിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. മുട്ട ഇസു അതിൻ്റെ മുട്ട ഇസു എന്താണ് ഇങ്ങനെ നോക്കണ്. വാട്ട് ഹാപ്പൻ? അപ്പോൾ ഗൈസ് ഇന്ന് വിഷു ഒക്കെ അല്ലേ. അപ്പോൾ വിഷു ആയിട്ട് നമ്മളെ വീട്ടിലെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് കാണാട്ടെ നമുക്ക്. അപ്പോൾ ഇസുട്ടിൻ്റെ മുട്ട കണ്ടില്ലേ ഗൈസ്, നമ്മൾ വേഗം കൊണ്ടുപോയി മുട്ട അടിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ നിറച്ച് ചൂടുകുരു വരികയാണ്. അപ്പോൾ മുടി നല്ലോണം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയി മുട്ട അടിച്ചിട്ട് ഇതാ ഈ വരുവാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടീനെ. എൻ്റെ ഉമ്മ ഇവിടെ ഭയങ്കര പിടിപ്പത് പണിയിലാണ് കേട്ടോ ഗൈസ്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന് ഇവിടെ സദ്യ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാക്കാണ് ഫുൾ പണി. ഈ സാധനത്തിനൊക്കത്ത് വെച്ചിരിക്കലാണ് എൻ്റെ പണി. അല്ലേടാ അല്ലേടാ, ഇതൊന്നും ഇങ്ങനെ നോക്കണ്. ഇസുട്ടാ ഇസുട്ടാ എൻ്റെ പൊന്നാ പേച്ചോയ്യാ പേച്ചോയ്യാ. സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ ഇന്നലെ തന്നെ ഉപ്പ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി അടക്കി വെച്ച് നമ്മളിത് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ ഇപ്പോൾ എവിടുന്നോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് ഇതാ ഇതേപോലെ തൊലി ഉരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കായ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കണ വറക്കാനാണ്. നമുക്ക് കായും ശർക്കരപ്പേരൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വറക്കാമെന്ന് വിചാരിച്ച് അവിയൽക്കും സാമ്പാറിൽക്കൊക്കെ ഉള്ള പച്ചക്കറികൾ ഉമ്മ ഇവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഉണ്ട് ഫുൾ കുക്കിംഗ് എന്ന്. ഞാൻ പായസം വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ അറിയെങ്കിലും ഈ പച്ചക്കറി വെച്ചിട്ട് ഇതുവരെ അങ്ങനെ അങ്ങോട്ട് മെന ആവലില്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ കൈപ്പൊക്കെ ഇവിടെ മരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുമ്മ സാമ്പാറിലേക്കും അവിയൽക്കും ഇടാൻ വേണ്ടി മാറ്റി വെച്ച കൈപ്പൊക്കെ ഉണ്ടാ. ഞാൻ മാൻ്റെ അടുത്ത് പറഞ്ഞ് കൈപ്പൊക്കെ ഇട്ടാൽ ഞാൻ കഴിക്കൂല എന്ന്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറി ഉണ്ടെങ്കിൽ അത് കൈപ്പൊക്കെയാണ് ഇട്ടാ. അങ്ങനെ അതൊക്കെ ഒരുക്കണ സമയത്ത് പ്രതീക്ഷിക്കാണ്ടുണ്ട് അമ്മായി വിളിക്കണം കേട്ടോ. അമ്മായി ിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മാമ അത് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, വയ്യാതെ ആയിട്ടാണ് വന്നേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചേക്കാൻ കേട്ടോ. മാമാക്ക് ഒരു പനി വന്നതാണ് കേട്ടോ. അപ്പോൾ മാമാക്ക് ഇപ്പോൾ വയ്യാണ്ട് വന്നേക്കാണ്. നമ്മൾ പ്രവാസികളുടെ കാര്യമൊക്കെ എത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. കാരണം പെട്ടെന്ന് വയ്യാതായി കഴിഞ്ഞാൽ അവിടെ നോക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന് അത് കൂടി കഴിയുമ്പോൾ പിന്നെ അവർ നാട്ടിലേക്ക് വരലാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മാമ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് തറവാട്ടിലെത്താനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മാമ ഇങ്ങോട്ടല്ല വരുന്നത്, നേരെ മാമാനെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ മാമാനെപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ആക്കിയിട്ടാണ് മാമ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താ കാട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമ്മാനെ വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. കാരണം അമ്മായിയൊക്കെ പോവാണല്ലോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഉമ്മമ്മാനെ നോക്കാൻ അവിടെ ആരുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഉമ്മമ്മാനെ ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊടുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഉമ്മമ്മ വന്നു ഗൈസ്. ഹായ് പറ മമ്മ, ഹായ് പറ, ഹായ് പറ. അതാരല്ല വീഡിയോ ആണ്. വീട്ടിൽ വന്നിട്ട് ഇത് ഐസുട്ടൻ്റെ ഐഷുവിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വിഷു പ്രമാണിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്ത ശേഷം അതാ ഞാൻ പായസപ്പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഗൈസ് ഞാൻ പാലട പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വട്ടം സക്സസ് ആയ കാരണം തന്നെ രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇവിടെ സാമ്പാർ, ഉപ്പേരി, ചോറ് ആ വക ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയും തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അരിയലല്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ പാലട പായസം ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്രാവശ്യം യൂട്യൂബിലൊന്നും നോക്കാണ്ട് എൻ്റെ സ്വന്തം ഒരു ജ്ഞാനത്തിലാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താവുന്നൊരു പേടിയുണ്ട്. യൂട്യൂബിൽ നോക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കലും യൂട്യൂബിൽ നോക്കലും ഒക്കെ കൂടി നടക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കാണ്ട് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും ഫ്ലോപ്പ് ആവാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുടിക്കുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഇന്ന് പ്രതീക്ഷിക്കാതെ തറവാട്ടിൽ പോയ കാരണം കൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച പോലെ എല്ലാ സംഭവങ്ങളും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ്. അങ്ങനെ ഇല ഇട്ടതാ ചോറ്, സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, പിന്നെ ഇത് നാരങ്ങ അച്ചാർ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ക്യാബേജ് ഉപ്പേരി, ഇഞ്ചിമ്പുളി, കായ നമ്മൾ വറുത്തുണ്ടായിരുന്നല്ലോ നേരത്തെ ആ കായ, പിന്നെ കൊണ്ടാട്ടമുളക്, ബീട്രൂട്ട് പച്ചടി അങ്ങനെ എന്തോ പറയും, പിന്നെ മത്തനും പയറും, പിന്നെ വെള്ളരിക്ക വെച്ചിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് ഒരു കറി, അവിയൽ, പിന്നെ അത് കയ്പക്കയാണ് കേട്ടോ. ഞാൻ കഴിക്കൂല്ലെങ്കിൽ ഞാനൊരു ഒരു ഫോർമാലിറ്റിക്ക് അവിടെ വെച്ചിട്ടുള്ളതാണ്. പപ്പടം, ഓമക്കായ പഴുത്തത് വീട്ടിലുണ്ടായതാണ്. പിന്നെ നമ്മളുടെ പഴം പായസം, ഇത്രയും ഐറ്റംസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു വലിയ ഇല തന്നെ ഉണ്ട് അതിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും വിഭവങ്ങൾ റെഡി ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇന്നത്തെ പോക്ക് കാരണം കേട്ടോ. പിന്നെ എന്തോ അൽഹംദുലില്ലാ ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോമ്പിന് ബജിമുളക് വാങ്ങിയപ്പോൾ ഒരു ചെറിയ കുരു കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു കുഞ്ഞി ബജിമുളകിൻ്റെ തൈ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തൈയിൻ്റെ മേലെ ഇതാ മാഷാ
മാഷാല്ലാ 4 ബജി മുളക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു നേരം ബജി ഉണ്ടാക്കി കഴിക്കാനുള്ള മുളക് അതിലുണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചെടിയുമ്പോൾ ബജി മുളക് ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകമാണ്. പിന്നെ ചീനമുളകിൻ്റെ തൈൽ ഇഷ്ടംപോലെ ചീനമുളക് ഇതാ പൊട്ടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നുള്ളണം. അങ്ങനെ അവിടെ ചീനമുളക് നമ്മൾ ചക്കരക്കിഴങ്ങും കൊള്ളിയൊക്കെ വാങ്ങിയ ചമ്മന്തി ആക്കിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇരുമ്പാമ്പുളിൻ്റെ തൈൽ ഈ വർഷം ആദ്യമായിട്ട്, ഈ വർഷം മീൻസ് അത് കുഴിച്ചിട്ടിട്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഇതാ ഇരുമ്പാമ്പുളി ഉണ്ടായിരിക്കുന്നത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ ഇരുമ്പാമ്പുളി എന്നല്ല പറയുക, ചില നാട്ടിലൊക്കെ ഇരുമ്പിക്ക അങ്ങനെ എന്തൊക്കെയോ പറയുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുക. നമ്മൾ നട്ട് വളർത്തിയ ചെടികളിലെല്ലാം ഇതുപോലെ പൂവും കായകളൊക്കെ ഉണ്ടാകുമ്പോൾ, അത് ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കില്ല. അപ്പോൾ എനിക്കും അതെ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ ഗായ്സ് ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഗായ്സ് ഇത് കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ ഇപ്രാവശ്യം കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ ചക്കയായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങി കഴിക്കേണ്ട ഗതികേടായി ഗൈസ്. ഞങ്ങളെ വീട്ടിൽ പ്ലാവ് ഉണ്ടെങ്കിലും ഇതുവരെ കായ്ച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. കഴിച്ചു തുടങ്ങുക. അടുത്ത കൊല്ലം മേ ബി കായ്ക്കുമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാവ്. കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അതാ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ ചക്ക ആയ കാരണം കൊണ്ട് തന്നെ വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു ചക്ക ആയില്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് മീൻസ് കുഞ്ഞു കുഞ്ഞേ ചുളകളായിരുന്നു. ചുളകൾ മീൻസ് ചക്കയുടെ പീസില്ലേ, അത് കുഞ്ഞു കുഞ്ഞേതായിരുന്നു. അതിന് തീരെ കയമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കാരണം ഒന്നും ആവാത്ത പോലെ തോന്നി. നല്ല കളറും പിന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടെങ്കിലും വേറെ എന്തോ ഒരു ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാലും ചക്ക കിട്ടിയില്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെയായിട്ട് ചക്ക കിട്ടാത്തവരുണ്ടോ ഗൈസ്? ചക്ക മാങ്ങൊക്കെ ഒരു കാലത്ത് ഇഷ്ടംപോലെ തിന്ന് നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ലോൻ്റെ പറമ്പിലേക്ക് എത്തി നോക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. പ്ലാവും മാവൊക്കെ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിലും ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഉണ്ടായി തുടങ്ങും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളുടെ വിഷു ദിവസം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.